ഗുരുദേവ, അങ്ങയുടെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാകും. ദാനം ചെയ്യുമ്പോൾ ഫലം ആഗ്രഹിക്കാൻ പാടില്ല. മഹാവിഷ്ണുവിന് വേണ്ടി ഞാൻ എൻ്റെ ശിരസ് നൽകാൻ തന്നെ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ തീരുമാനം നടക്കട്ടെ. അല്ലയോ ദേവദേവ, ഞാൻ അങ്ങ് ചോദിക്കുന്ന ആവശ്യം നിറവേറ്റാൻ തയ്യാറാണ്. കൈകൾ നീട്ടിയാലും. മഹാരാജാവേ, നോക്കിയാലും ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ? ബലി മഹാരാജാവേ, ഞാൻ എൻ്റെ ഒന്നാമത്തെ പാദം കൊണ്ട് ഭൂമിയും പാതാളവും രണ്ടാമത്തെ പാദം കൊണ്ട് സ്വർഗവും അളന്ന് കഴിഞ്ഞു. പറഞ്ഞാലും ഞാൻ മൂന്നാമത്തെ പാദം എവിടെയാണ് വയ്ക്കേണ്ടത്? അങ്ങ് എന്താണ് ബലി മഹാരാജാവിനോട് ചെയ്യുന്നത്? കടുത്ത അന്യായം. ദാനവർക്ക് കൊടുത്ത അനുഗ്രഹം തിരിച്ചു ചോദിക്കുകയോ? സാക്ഷാൽ മഹാവിഷ്ണു ആയ അങ്ങ് ബലിക്ക് ബ്രഹ്മാവ് കൊടുത്ത അനുഗ്രഹം തിരികെ വാങ്ങുന്നുവോ? രാജഗുരു, അങ്ങ് വിഷമിക്കേണ്ട. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. അല്ലയോ നാരായണ, ഞാൻ എൻ്റെ പിതാവിനു വേണ്ടി അപേക്ഷിക്കുകയാണ്. എന്ത് അനീതിയാണ് അങ്ങ് കാണിക്കുന്നത്? അനീതിയോ? പറയൂ രാജകുമാര. അങ്ങ് വേഷമാടി വന്ന് എൻ്റെ പിതാവിൽ നിന്നും ഭൂമിയും സ്വർഗവും പാതാളവും മടക്കിയെടുത്തു. എന്നിട്ടും അങ്ങേക്ക് തൃപ്തിയായില്ലേ? ബാണാസുരൻ, നിനക്ക് പിതാവിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കും. പക്ഷേ എന്തിനാണ് ദേവലോകം പറയുന്നത്? ബലിയല്ല, അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ നാശമാക്കും. അതുകൊണ്ട് ദേവന്മാർക്ക് ദേവലോകം തിരികെ നൽകിയേ മതിയാക്കൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ദേവദേവ. അങ്ങയുടെ ദാനധർമ്മത്തിന് മുൻപിൽ എനിക്ക് വാക്കുകയില്ല. അങ്ങ് ദേവന്മാർക്കാൾ ഉയർന്ന പദവിയിലാണ്. അങ്ങയുടെ ദാനധർമ്മം മൂലം അങ്ങയുടെ യശസ്സും കീർത്തിയും വർദ്ധിക്കും. അങ്ങ് ഇന്നു മുതൽ മഹാബലി എന്ന നാമത്തിൽ അറിയപ്പെടും. അങ്ങ് ആവശ്യപ്പെടുന്ന ഒരു വരം നൽകാൻ ഞാൻ തയ്യാറാണ്. ചോദിച്ചല്ലോ മഹാരാജാവേ. മഹാവിഷ്ണു, എനിക്ക് എൻ്റെ രാജ്യവും പ്രജകളും നഷ്ടപ്പെട്ടതിൽ വിഷമമില്ല. പക്ഷേ വാക്ക് പാലിക്കാൻ കഴിയാത്തത് ആത്മഹത്യക്ക് തുല്യമാണ്. മഹാരാജാവേ, അങ്ങ് എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത്? ഞാൻ 3 അടി മണ്ണ് തരാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. 3ാമത്തെ അടിക്ക് വേണ്ടി ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. അങ്ങ് ദയവായി സ്വീകരിച്ചാലും. മഹാബലി, ഞാൻ അങ്ങയുടെ ദാനധർമ്മത്തിന് മുൻപിൽ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ ചക്രവർത്തി സ്ഥാനം ഒരിക്കലും നഷ്ടമാകില്ല. അങ്ങ് സുതല രാജ്യത്തെ രാജാവായി പാതാളത്തിൽ വാഴും. ഞാൻ ജനാർദ്ദനായി അങ്ങയെ എന്നും സംരക്ഷിക്കും. എൻ്റെ ഭാഗ്യം ലോകാധിപ, അതുമൂലം എനിക്ക് അങ്ങേ എന്നും ദർശിക്കാമല്ലോ. എങ്കിലും അങ്ങ് തരാമെന്ന് പറഞ്ഞ വരം ഞാൻ ആവശ്യപ്പെട്ടോട്ടെ. ചോദിച്ചല്ലോ മഹാബലി, ഞാൻ തരാൻ തയ്യാറാണ്. അങ്ങയുടെ കരുണ കാരണം ഞാൻ ഇപ്പോൾ ശൂതല രാജ്യത്തെ ചക്രവർത്തിയായി. എങ്കിലും ഭൂമിയിലുള്ള എൻ്റെ പ്രജകളെ കാണാൻ അങ്ങ് എനിക്ക് അനുവാദം തരണം. അങ്ങയുടെ അഭീഷ്ടം സാധിക്കട്ടെ. ചിങ്ങമാസത്തിൽ തിരുവോണ നാൾ അങ്ങേക്ക് ഭൂമിയിൽ വന്ന് പ്രജകളെ സന്ദർശിക്കാം. ആ ദിവസം
ജനങ്ങൾ അങ്ങയുടെ വരവ് ഉത്സവം പോലെ കൊണ്ടാണ്. ആ ദിവസം ഓണമായി അറിയപ്പെടും. മംഗളം ഭവിക്കട്ടെ. അങ്ങനെ മഹാബലി ശൂതല രാജ്യത്തെ ചക്രവർത്തിയാക്കി പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി വാമനൻ തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ചു. വാമനാവതാരത്തിൻ്റെ മാഹാത്മ്യം ഇന്നും കേരളീയർ തിരുവോണമായി ആഘോഷിക്കുകയാണ്. അന്നു മുതൽ കേരളീയർ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഓണം കൊണ്ടാടുവാൻ ആരംഭിച്ചു. പൂക്കളവും പൂവിളിയും ആർപ്പുവിളികളുമായി നാട്ടിലെങ്ങും ഉത്സവത്തിന്റെ പ്രതീതിയാണ്. കേരളത്തിലല്ലെങ്കിലും കേരളീയരുടെ മനസ്സിൽ തിരുവോണം ആ പഴയ നല്ല കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. നമ്മൾക്കും ആ സുദിനം ഇവിടെ ഇന്ന് കൊണ്ടാടാം. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണവില്ലിൻ താളമിട്ടൊന്നാടുവാനായി വാ, ചിങ്ങക്കാറ്റിൻ തങ്കക്കൊമ്പിൽ ഊഞ്ഞാലാടാൻ വാ, ഊഞ്ഞാലാടാൻ വാ. പൊന്നലരും നിറപൗർണമിയും സുരകിന്നര ഗാനവുമായി വരൂ, തമ്പുരുവിൽ സ്വരപഞ്ചമവും ഹരിചന്ദന ഗന്ധവുമായി പാടാം. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ. വാമനാവതാരത്തിൽ പങ്കെടുത്തവർ മഹാബലി, ശിവ് വാര്യർ, ശുക്രാചാര്യർ, പ്രണവ് മേനൻ, വാമനമൂർത്തി വിശാഖ് പിള്ള, വാമനാവതാരം വിനായക് പിള്ള, ബാണാസുരൻ മിഥുൻ മേനൻ, വിന്ധ്യാവലി സുസ്മിത വാര്യർ, ഭരൻ വിശാൽ വിനോദ്, യാഗകർമ്മി സുജിത് ശ്രീകുമാർ, രചന ശ്രീദേവി വാര്യർ, ആമുഖം രേഖ മേനൻ, റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് ഇഫക്ട്സ് ജയ് മേനൻ, സംവിധാനം ശ്രീദേവി വാര്യർ ആൻഡ് ജയ് മേനൻ. നന്ദി, നമസ്കാരം.